ഹമാസിനെ സഹായിക്കാൻ ഭയപ്പെട്ട് അറബ് രാജ്യങ്ങളും ഇറാനും പതുങ്ങുമ്പോൾ കളത്തിലേക്കിറങ്ങി അവർ. ഹമാസിന് കരുത്തു പകരാൻ ഫത്ഹയെ യുദ്ധക്കളത്തിൽ ഇറക്കണമെന്ന് ആ വമ്പന്റെ നിർദ്ദേശം. ഇതോടെ ഇറാൻ വലിയ ആവേശത്തിൽ. അതെ, ഹമാസുമായി ഇടഞ്ഞു നിൽക്കുന്ന ഫത്തായെ അനുനയിപ്പിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ചൈന. കലിയിളകി ചൈനയ്ക്ക് നേരെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പടപ്പുറപ്പാട്. പലസ്തീനിലെ മറ്റൊരു സായുധ സംഘമാണ് ഫത്ത. ഇക്കൂട്ടർ ഹമാസുമായി ശത്രുതയിലാണ്. ഇസ്രയേൽ യുദ്ധത്തിൽ അടിപതറി നിൽക്കുകയാണ് ഹമാസ്. ഇവർക്ക് കരുത്തു പകരാൻ ഫത്ത ഒപ്പം കൂടണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ചൈനയെന്ന് സൂചനകൾ പുറത്തുവരുന്നു. ഹമാസും ഫത്തയും തമ്മിലുള്ള അനുരഞ്ജന ചർച്ചകൾക്ക് ചൈന ആതിഥേയത്വം വഹിക്കും എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഈ മാസം അവസാനം ബീജിംഗിൽ 2 രാഷ്ട്രീയ പാർട്ടികളും അനുരഞ്ജന ചർച്ചകൾ നടത്തും. ഹമാസിനും ഫത്തയ്ക്കുമിടയിൽ ഭിന്നത വളർത്താൻ പരിശ്രമിക്കുന്ന ഇസ്രയേലിന്റെ നീക്കങ്ങൾക്കുള്ള കനത്ത തിരിച്ചടിയാണ് ഈ നീക്കമെന്ന് ഇറാനും പറയുന്നു. എതിരാളികളായ പലസ്തീൻ വിഭാഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിനായി ചൈന ആതിഥേയത്വം വഹിക്കുമെന്ന് ന്യൂയോർക്ക് ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജൂലൈ 20, ജൂലൈ 21 തീയതികളിൽ ചൈനീസ് തലസ്ഥാനത്ത് ചൈനീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ഫത്താഹിന്റെ സെൻട്രൽ കമ്മിറ്റി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ സാബ്രി സെയ്ദം പറഞ്ഞു. ഹമാസിന്റെ പ്രതിനിധി സംഘത്തെ മൂവ്മെന്റ് പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫ് ഇസ്മയിൽ ഹനിയെ നയിക്കും. ഫത്താഹ് പ്രതിനിധി സംഘത്തെ ഡെപ്യൂട്ടി ഹെഡ് മഹ്മൂദ് അൽ അലൂൽ നയിക്കും. മീറ്റിംഗുകൾക്ക് ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് യി ആതിഥേയത്വം വഹിക്കുമെന്നാണ് വിവരങ്ങൾ. 2006 പലസ്തീൻ തെരഞ്ഞെടുപ്പിൽ ഹമാസ് വൻ വിജയം നേടിയതു മുതൽ ഹമാസും ഫത്തയും തമ്മിൽ ഭിന്നതയിലായിരുന്നു. ഹമാസ് ഗാസയിൽ ഭരണം നടത്തുമ്പോൾ വെസ്റ്റ് ബാങ്കിൽ ഫത്ത ഓഫീസുകൾ സ്ഥാപിച്ചിരുന്നു. 2014 ഏപ്രിലിൽ തങ്ങളുടെ പരാതികൾ അവസാനിപ്പിച്ച് അനുരഞ്ജനത്തിനായി ഇരുവിഭാഗങ്ങളും സമ്മതിച്ചിരുന്നു. എന്നാൽ ഇത് ഇസ്രയേലിന്റെ കടുത്ത എതിർപ്പിന് കാരണമായി. പലസ്തീൻ അതോറിറ്റിയുമായുള്ള സമാധാന ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ടാണ് ടെൽ അവീവ് ഭരണകൂടം ഇതിനോട് പ്രതികരിച്ചത്. ഹമാസും ഫത്തായും തമ്മിൽ ഇപ്പോഴും വലിയ ഭിന്നതയുണ്ട്. പക്ഷേ ഗാസയുടെ ഭരണത്തിന് ദേശീയ സമവായം കൈവരിക്കേണ്ടത് അനിവാര്യമാണ്. അല്ലാത്തപക്ഷം അത് വലിയ ദുരന്തത്തിലേക്കാകും പോകുക. പലസ്തീൻ രാഷ്ട്രീയ ഗവേഷണ ഗ്രൂപ്പായ ഹൊറൈസൺ സെന്റർ ഡയറക്ടർ ഇബ്രാഹിം ദലാൽഷാ പറഞ്ഞു. സമീപ വർഷങ്ങളിൽ പശ്ചിമേഷ്യയിൽ തങ്ങളുടെ ബന്ധവും സ്വാധീനവും വിപുലീകരിക്കാൻ ചൈന പ്രവർത്തിച്ചിട്ടുണ്ട്. ഒന്നിലധികം തവണ ചൈന സന്ദർശിച്ചിട്ടുള്ള ഫത്താഹ് നേതാവ് മഹ്മൂദ് അബ്ബാസ് ഉൾപ്പെടെ റാമല്ലയിലെ പലസ്തീൻ നേതാക്കളുമായി ബീജിംഗിന് ദീർഘകാലമായി നല്ല സൗഹൃദ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹമാസിനെ സഹായിക്കാൻ ചൈന രംഗത്ത് വരുന്നതും. മുൻപ് അറബ് രാജ്യങ്ങൾ ഇസ്രയേലുമായി പൂർണ്ണ നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ തീരുമാനിച്ചപ്പോൾ കുറെ കാലമായി ഐക്യപ്പെടാൻ വിസമ്മതിച്ച ഫത്താഹും ഹമാസും ഒന്നിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ പിന്നീട് വീണ്ടും 2016 ഇവർ തെറ്റിപ്പിരിയുകയായിരുന്നു.